ആലപ്പുഴയിൽ കരുവാറ്റയ്ക്കടുത്ത് ട്രെയിനിന് മുന്നിൽ ചാടി 17 വയസ്സുള്ള പെൺകുട്ടിയും 38 വയസ്സുകാരനായ യുവാവും ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഇന്ന് നാം കേട്ടത്. 38 വയസ്സുകാരൻ 2 കുട്ടികളുടെ അച്ഛനും വിവാഹിതനുമാണ്. പെൺകുട്ടി പ്ലസ് 1 പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു. ഇത്ര സങ്കടകരമായ അവസ്ഥയാണ്. തൻ്റെ മകളോളം പ്രായമുള്ളൊരു കുഞ്ഞിനെ പ്രണയിച്ച് വശീകരിക്കുക, അവളോടൊപ്പം ജീവിക്കാൻ കൊതിക്കുക, അതിന് സാധിക്കാതെ വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ജീവിതവും പോയി, അയാളുടെ ജീവിതവും പോയി. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടർക്കഥകളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമൊന്നും പ്രണയത്തിന് പ്രശ്നമല്ല എന്നാണ് പലരും കരുതുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടി ഒത്തിരി ചാറ്റിങ്ങുകളിലൂടെയും മറ്റും പല പ്രണയബന്ധങ്ങളും ഇങ്ങനെ അനുദിനം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും. പല സ്ഥലത്തും പലർക്കും ഇങ്ങനെയുള്ള പ്രണയങ്ങൾ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടേറെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് വരെ ഇങ്ങനെയുള്ള ചാറ്റിങ്ങും സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ കൂട്ടുകെട്ടുകളുമൊക്കെ വഴിവെക്കുന്നുണ്ട്. പലരും വീട്ടുകാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ സമയമില്ലാതെ ഇങ്ങനെയുള്ള നിരവധി ചാറ്റിങ്ങുകളിലൊക്കെ ഇടപെട്ട് ഒരുപാട് ചെറുപ്പക്കാരികളും അല്ലെങ്കിൽ കുടുംബിനികളും കുടുംബനാഥന്മാരുമൊക്കെ ഇങ്ങനെ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന പ്രവണത കൂടിക്കൂടി വരുന്നു. ഒട്ടേറെ സംഭവങ്ങളാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെക്കന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന വീട്ടമ്മമാർ, മകനോളം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പം ഒളിച്ചോടാൻ പോലും യാതൊരു ഉളുപ്പുമില്ലാത്ത അമ്മമാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുന്നു. ഈ അടുത്ത കാലത്ത് കേട്ടൊരു രസകരമായ വാർത്ത, രസകരമെന്നൊന്നും അതിനെപ്പോയി വിശേഷിക്കാൻ പറ്റുന്നൊരു വാർത്തയാണ്. മകൾക്ക് ഒരു പ്രണയം, അമ്മ അതിനെ ഉപദേശിക്കാൻ, മകളുടെ കാമുകനായ 20 വയസ്സുകാരനെ ഉപദേശിക്കാൻ അമ്മ ഒരു ശ്രമം നടത്തി. എൻ്റെ മോളെ നീ മെയിലിൽ വിളിക്കരുതെന്ന് അമ്മ ആ ചെറുപ്പക്കാരനെ താക്കീത് കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മയും ആ ചെറുപ്പക്കാരനും തമ്മിൽ നല്ല പ്രണയമായി. ആ പ്രണയം അവർ തമ്മിൽ ഒളിച്ചോട്ടത്തിൽ വരെ എത്തിച്ചു. അവർ ഒളിച്ചോടി കേരളത്തിന് എത്തിയ വാർത്ത ചില മാധ്യമങ്ങളൊക്കെ കാണുകയുണ്ടായി. അവസാനം ആ പെൺകുട്ടിയുടെ മാതാവിനെ അവരുടെ ഹസ്ബൻഡ് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നു. പല സ്ഥലത്തും ഇങ്ങനെയുള്ള വാർത്തകൾ ധാരാളം കാണുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ സമൂഹത്തിലൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹത്തിൽ ശാരീരിക സുഖങ്ങൾക്കോ അല്ലെങ്കിൽ സുഖനിമിഷങ്ങൾക്കോ വേണ്ടി ഇത്തരം സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചതിക്കുഴികളിലേക്ക് ചെന്നെത്തുന്ന ഒട്ടേറെ വീട്ടമ്മമാരും മറ്റ് കൗമാരക്കാരുമൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ ഒന്ന് ബന്ധങ്ങൾ